ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മൊഡ്യൂൾ 3 മാരത്തോൺ സെഷനിലെ 4ാമത്തെ MCQ സെഷൻസിലേക്ക് പോവാം. അപ്പൊ ഇതില് നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു 10 വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ഈസ് അൺസ്റ്റേബിൾ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ബിക്കോസ് ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ഹൈ ഫ്രീക്വൻസീസിൽ അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഡ്യൂ ടു ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇസ് ടു ലോ ആയതുകൊണ്ടാണോ? ഇൻപുട്ട് കപ്പാസിറ്റർ ബ്ലോക്സ് ഓൾ സിഗ്നൽസ് ആണോ? ഹൈ ഫ്രീക്വൻസി നോയ്സ് ഈസ് ആംപ്ലിഫൈഡ് ആണോ? ഗെയിൻ ബിക്കംസ് നെഗറ്റീവ് ആണോ? എങ്ങനെയാണ് വരിക? അപ്പൊ ഡിഫറൻഷ്യേറ്റർ നമുക്കറിയാം ഹാവ് ഗെയിൻ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. സോ ദി ആംപ്ലിഫൈ നോയ്സ് ആൻഡ് ബിക്കം അൺസ്റ്റേബിൾ അൺലെസ് ഫിൽറ്റർഡ്. ഫിൽറ്റർ ആവാത്തിടത്തോളം കാലം അതെന്ത് ചെയ്യും? നോയ്സും കൂടെ ആംപ്ലിഫൈ ചെയ്യും അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? അൺസ്റ്റേബിൾ ആവാണ് ചെയ്യുക. അപ്പൊ ഹൈ ഫ്രീക്വൻസി നോയ്സും കൂടെ ഇതിന്റെ കൂടെ ആംപ്ലിഫൈ ചെയ്യപ്പെടും ഈ ഡിഫറൻഷ്യൽ സർക്യൂട്ടിൽ. അപ്പൊ അറ്റ് ഹൈ ഫ്രീക്വൻസീസിൽ ഡിഫറൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ ഹൈ ഫ്രീക്വൻസി നോയ്സും കൂടെ അവിടെ ആംപ്ലിഫൈ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് കേട്ടോ അൺസ്റ്റേബിൾ ആവുന്നത്. What causes saturation in an op-amp circuit? What causes saturation? ഒരു op-amp ഔട്ട്പുട്ടിൽ സാച്ചുറേഷൻ ഉണ്ടാവാൻ കാരണം എന്താണ്? ലോ ഇൻപുട്ട് സിഗ്നൽ ആണോ? നോ ഫീഡ്ബാക്ക് ആണോ? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ? യൂണിറ്റി ഗെയിൻ ആണോ? അപ്പോൾ op-ampൽ സാച്ചുറേഷൻ കാരണം അവിടെ ഫീഡ്ബാക്ക് ഇല്ലാത്തതാണ്. വിത്തൗട്ട് ഫീഡ്ബാക്ക്, അതായത് ഓപ്പൺ ലൂപ്പിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു ടൈനി ഇൻപുട്ട് ഡിഫറൻസ് വന്നാലും ഇവന് ടൈനി ഇൻപുട്ട് ഡിഫറൻസ് വന്നാൽ തന്നെ ഔട്ട്പുട്ടിന് പോസിറ്റീവിലേക്കോ നെഗറ്റീവ് സാച്ചുറേഷനിലേക്കോ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ മീനിങ് വരാൻ? നോ ഫീഡ്ബാക്ക്. അപ്പോൾ വാട്ട് കോസസ് സാച്ചുറേഷൻ ഇൻ ഒരു ഓപ്പാമ്പ് ഔട്ട്പുട്ടിൽ സാച്ചുറേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫീഡ്ബാക്ക് കൊടുക്കാണ്ടിരുന്നാൽ മതി. വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈവൻ ഈ ടൈനി ഇൻപുട്ട് ഡിഫറൻസ് ഡ്രൈവ്സ് ദ ഔട്ട്പുട്ട് ടു പോസിറ്റീവ് ഓർ negative saturation. Okay, അപ്പോൾ ഓപ്ഷൻ ബി ആണ് correct answer. In an op-amp circuit, what does a very slow slew rate affect the most? ഒരു op-amp സർക്യൂട്ടിൽ എന്താണ് വളരെ ലോ സ്ലീവ് റേറ്റ് വന്നു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യാം? op-amp, what does a slow slew rate affect the most? അത് എന്തിനെ അഫക്റ്റ് ചെയ്യുക? സ്ലോ സ്ലീവ് റേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ലോ സ്ലീവ് റേറ്റ് ആയി കഴിഞ്ഞാൽ DC ഗെയിനെയാണോ അഫക്റ്റ് ചെയ്യുക? നോയ്സ് ഇമ്മ്യൂണിറ്റി അങ്ങനെയാണോ അഫക്റ്റ് ചെയ്യുക? ഫാസ്റ്റ് സിഗ്നൽ റെസ്പോൺസിനെയാണോ അഫക്റ്റ് ചെയ്യുക? ഓഫ്സെറ്റ് വോൾട്ടേജിനെയാണോ അത് അഫക്റ്റ് ചെയ്യുക? അപ്പോൾ ഒരു op-amp സർക്യൂട്ടിൽ വെരി സ്ലോ സ്ലീവ് റേറ്റ് അഫക്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് സിഗ്നൽ റെസ്പോൺസ് ആണ്. അപ്പോൾ ഈ ലോ സ്ലീവ് റേറ്റ് മീൻസ് ഔട്ട്പുട്ട് cannot ചേഞ്ച് ക്വിക്ലി. ലോ സ്ലീവ് റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഔട്ട്പുട്ട് പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ലിമിറ്റിംഗ് ഹൈ ഫ്രീക്വൻസി or large signal performance. അപ്പോൾ low slew rate means output cannot change quickly. പെട്ടെന്ന് ഔട്ട്പുട്ട് ചേഞ്ച് ആവുകയും ചെയ്യില്ല. ഹൈ ഫ്രീക്വൻസികൾ or ലാർജ് സിഗ്നൽ പെർഫോമൻസിന് അത് എന്ത് ചെയ്യും? ലിമിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ഈ op-amp സർക്യൂട്ടിൽ സ്ലോ സ്ലീവ് റേറ്റ് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് സിഗ്നൽ റെസ്പോൺസിനെയാണ് അത് അഫക്റ്റ് ചെയ്യുക. The purpose of the resistor at the non-inverting terminal in an op-amp is to നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഒരു op-ampൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ റെസിസ്റ്റർ വെക്കുന്നുണ്ട്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. ടു കൺട്രോൾ ഗെയിൻ ആണോ? മാച്ച് ബയാസ് കറണ്ട്സ് ആണോ? റെഡ്യൂസ് സ്ലീവ് റേറ്റ് ആണോ? ബ്ലോക്ക് ഇൻപുട്ട് സിഗ്നൽ ആണോ? അപ്പോൾ ആഡിങ് എ റെസിസ്റ്റർ ഈക്വൽ ടു ദ ഇൻപുട്ട് റെസിസ്റ്റർ ഹെൽപ്സ് ക്യാൻസൽ ഇൻപുട്ട് ബയാസ് കറണ്ട് ഓഫ്സെറ്റ് ആൻഡ് ബാലൻസ് ഇൻപുട്ട് കറണ്ട്സ്. ഈ പറയുന്ന ഇൻപുട്ട് കറൻസിനെ ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻപുട്ട് ബയാസ് കറണ്ട് ഓഫ്സെറ്റിനെ ക്യാൻസൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു റെസിസ്റ്റർ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് ദ റെസിസ്റ്റർ അറ്റ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇൻ ആൻ op-amp എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ടു മാച്ച് ദ ബയാസ് കറൻസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The typical unity gain bandwidth of a 741 op-amp എന്ന് പറയുന്നത് ഏതാണ്ട് എത്രയാണ്? 1 MHz, 10 MHz, 100 kHz, 10 kHz. ഓക്കെ, അപ്പൊ ടിപ്പിക്കൽ യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് ഒരു 741 op-ampന്റെ ടിപ്പിക്കൽ യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? അത് ഏതാണ്ട് 1 MHz ആണ് വരിക. ഓക്കെ, അപ്പൊ 741 op-amp has a gain bandwidth product of approximately 1 MHz. ഇതുപോലെ 741 op-ampന്റെ വേറെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്.
ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നും നോട്ട് ചെയ്തോളൂ. അതിന്റെ ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത് 2 മെഗാ ഓം ആണ് അപ്രോക്സിമേറ്റ്ലി. അതുപോലെ ഔട്ട്പുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത് 75 ഓം ആണ് വരും. മറ്റേത് മെഗാ ഓമും ഇത് ഓം ആയിരിക്കും. ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 200,000, അതായത് 200 വോൾട്ട് പെർ മില്ലി വോൾട്ട് എന്ന് പറയാം. 200 വോൾട്ട് പെർ മില്ലി വോൾട്ട് എന്ന് നമുക്ക് അതിനെ പറയാം കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും 10⁵5 എന്നൊക്കെയാണ് പറയാം നമ്മൾ നോർമൽ റേഞ്ചിൽ. ഇത് 2 × 10⁵5 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അതേപോലെ പവർ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്, പവർ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 5 × 18 വോൾട്ട്. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടിപ്പിക്കലി ഒരു ±15 വോൾട്ട് ആണ്, പക്ഷെ അതിന്റെ റേഞ്ച് വരുന്നത് 5 to 18 ആണ്. അതുപോലെ മാക്സിമം അതിന്റെ ഔട്ട്പുട്ട് കറണ്ട് ഉണ്ട്. മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 20 മില്ലി ആംപിയർ ആണ്. ഇതിന്റെ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് 741 ഓപ്പാമിന്റെ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. അതുപോലെ ഇതിന്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ട്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ബിറ്റ്വീൻ 2 to 6 മില്ലി വോൾട്ട് ആ റേഞ്ചിലാണ് വരിക. അതുപോലെ ഇൻപുട്ട് ബയാസ് കറണ്ട് ഉണ്ട്. ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറയുന്നത് എബൌട്ട് ഒരു 18 നാനോ ആംപിയറിലാണ് വരിക. അതുപോലെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഉണ്ട്. ഇത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് അല്ലേ, ഇത് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഇനി ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ട്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് എബൌട്ട് ഒരു 10 നാനോ ആംപിയറിലാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് വരുന്നത്. പിന്നെ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഒരു 0 to 1 MHz റേഞ്ചിലായിരിക്കും. സ്ലൂ റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. ഇതിന്റെ CMRR എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 70 to അതായത് 70 ഡെസിബൽ എന്നും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 90 ഡെസിബൽ എന്നും കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതാ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ രണ്ടും കൂടെ ഒപ്പം തരില്ല. അപ്പൊ ആ റേഞ്ചിലായിരിക്കും അതിന്റെ വാല്യൂ വരിക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ അതിന്റെ കൂടെ നമ്മൾ ഒപ്പം പഠിക്കണം. ഓക്കെ. അപ്പോ ഇൻപുട്ട് ഇംപെഡൻസ് എന്താ വരിക, 2 മെഗാ ഓം ആണ്. ഔട്ട്പുട്ട് ഇംപീഡൻസ് എന്താ വരിക, 27. ഇൻപുട്ട് ഇംപീഡൻസ് 2 മെഗാ ഓം. അതേപോലെ ഔട്ട്പുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത് 75 ഓം. വോൾട്ടേജ് ഗെയിൻ 2 × 10⁵5 ആണ്. പവർ സപ്ലൈ വോൾട്ടേജ് 5 to 18 വോൾട്ട് ആണ്. മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് വരുന്നത് 20 മില്ലി ആംപിയർ ആണ്. സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 2 to 6 മില്ലി വോൾട്ടും. ഇൻപുട്ട് ബയാസ് കറണ്ട് അപ്രോക്സിമേറ്റ്ലി 80 നാനോ ആംപിയറും. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഓഫ്സെറ്റ് കറണ്ട് അപ്രോക്സിമേറ്റ്ലി 10 നാനോ ആംപിയർ. മറ്റേത് 10ന് അടുത്തുള്ള വാല്യൂ തന്നെയാണ്, പക്ഷെ മില്ലി ആണ്. 2 to 6 മില്ലി വോൾട്ട് ആണ് വരുന്നത്. പിന്നെ CMRR ആണ് ഈ ലാസ്റ്റ് പറഞ്ഞത്. CMRR ആണ് എന്ത് 70 ഡെസിബിളും 90 ഡെസിബിളും ഒക്കെ വരാം. ശരിക്കും ഒരു 80 ഡെസിബിൾ to 120 ഡെസിബിൾ റേഞ്ചിലാണ് വരിക. കറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പൊതുവെ 90 ഡെസിബിൾ 70 ഡെസിബിൾ ആണ് ചോദിക്കുക. 90 ചോദിച്ചുകൊണ്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് അതിന് പ്രധാനപ്പെട്ട പറയാം. Which configuration is best for eliminating common mode noise in sensor signal conditioning? ഒരു സെൻസർ സിഗ്നൽ കണ്ടീഷനിങ്ങിൽ ഏത് കോൺഫിഗറേഷൻ ആണ് കോമൺ മോഡ് നോയ്സ് അവോയ്ഡ് ചെയ്യുക? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണോ, വോൾട്ടേജ് ഫോളോവർ ആണോ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണോ, ഇന്റഗ്രേറ്റർ ആണോ? ഒരു ഏത് കോൺഫിഗറേഷൻ ആണ് which is best for eliminating common mode noise in സെൻസർ സിഗ്നൽ കണ്ടീഷനിങ് ഏതാ വരിക? അത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ത് ചെയ്യും? which subtracts 2 ഇൻപുട്ട് സിഗ്നൽസ്. രണ്ട് സിഗ്നൽസ് സബ്ട്രാക്ട് ചെയ്യുക, റിജക്റ്റിംഗ് കോമൺ മോഡ് നോയ്സ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ചെയ്യും. അതാണല്ലോ ഡിഫറൻഷ്യൽ പറയുമ്പോൾ ഡിഫറൻസ് ഇൻ സംഭവങ്ങളാണ് അവിടെ ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, in an op-amp integrator, how does a resistor in parallel with the capacitor help? ഒരു op-amp integrator എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ resistor in parallel with the capacitor help? resistor in parallel with the capacitor എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? increases gain ആണോ, അതുപോലെ prevent saturation at DC ആണോ, blocks high frequency noise ആണോ, boost bandwidth ആണോ? ഇവിടെ എന്ന് പറയുന്നത് op-amp integratorൽ resistor കപ്പാസിറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റർ കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യും. അത് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫോർ ലോ ഫ്രീക്വൻസി DC സിഗ്നൽസിന് വരെ ഇത് എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ചെയ്യുക ചെയ്യും. അപ്പോൾ പ്രിവെന്റ് സാച്ചുറേഷൻ അറ്റ് DC.
DC-യിൽ സാച്ചുറേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇൻ ആൻ op-amp integrator, how does a resistor in parallel with the capacitor help? Resistor in parallel with the capacitor എങ്ങനെ help ചെയ്യുക? which prevents saturation at DC-യിൽ അത് saturation ആവും. The PSRR, power supply rejection ratio of an op-amp represents. എന്താ ചെയ്യുക? PSRR എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണോ റെപ്രസെന്റ് ചെയ്യുന്നത്, സപ്ലൈ വോൾട്ടേജ് ആണോ, റിജക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ സപ്ലൈ വോൾട്ടേജ് ആണോ, റെസ്പോൺസ് ടൈം ആണോ? അപ്പോൾ PSRR പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ ആണ്. അപ്പോൾ റിജക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ പവർ സപ്ലൈ. അപ്പോൾ സപ്ലൈ വോൾട്ടേജിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PSRR ഹെൽപ്പ് ചെയ്യും. ഓൾമോസ്റ്റ് ആണെങ്കിൽ അത് ഐഡിയൽ വാല്യൂ 0 ആണ് കേട്ടോ. അപ്പോൾ PSRR measures how well the op-amp rejects variations in power supply voltage. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് ഈ പറയുന്ന op-ampനെ റിജക്ട് ചെയ്യിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പവർ സപ്ലൈയിലുള്ള ആ സംഭവങ്ങൾ എങ്ങനെ റിജക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൽ നോക്കുക. PSRR 0 ആണ്. ഓക്കെ, ഓപ്ഷൻ സി. അപ്പോൾ റിജക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ സപ്ലൈ വോൾട്ടേജ് ആണ് ഇതിൽ വരിക. അടുത്തത് ഔട്ട്പുട്ട് ഇംപീഡൻസ് ഓഫ് ആൻ ഐഡിയൽ op-amp. അതിന് പറയണ്ട, ഇൻഫിനിറ്റ് 1 ohm 100 ohm 0. നമുക്കറിയാം ഇൻപുട്ട് ഇംപീഡൻസ് ഇൻഫിനിറ്റി ആയിരിക്കണം. ഔട്ട്പുട്ട് ഇംപീഡൻസ് ഐഡിയൽ കണ്ടീഷനിൽ എന്തായിരിക്കണം? അത് 0 ആയിരിക്കണം. അപ്പൊ ഐഡിയൽ op-amps have 0 ഔട്ട്പുട്ട് ഇംപീഡൻസ് ആയിരിക്കണം ടു എൻഷുർ ദാറ്റ് ദേ ക്യാൻ ഡ്രൈവ് എനി ലോഡ് വിത്തൗട്ട് വോൾട്ടേജ് ഡ്രോപ്പ്. എന്തിനാണ് ഈ ഔട്ട്പുട്ട് ഇംപീഡൻസ് 0 ആക്കണം പറയുന്നത്? അപ്പോൾ ഔട്ട്പുട്ട് ഇംപീഡൻസ് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് വോൾട്ടേജ് ഡ്രോപ്പുള്ള ഏത് ലോഡിലും നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താ? ഔട്ട്പുട്ട് ഇംപീഡൻസ് 0 ആണ്. ഒരു ഇൻപുട്ട് ഇംപീഡൻസ് ഇൻഫിനിറ്റി ആവുന്നുള്ള ഗുണം നമ്മൾ പറഞ്ഞു അല്ലേ, നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു. ഓക്കെ, ഇനി പ്രിസിഷൻ റെക്ടിഫയർ യൂസിങ് ആൻ op-amp and diode. Why is the op-amp necessary? ഒരു പ്രിസിഷൻ റെക്ടിഫയർ നമ്മൾ op-amp and diode യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾക്ക് op-amp നെസസറി ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ബൂസ്റ്റ് ഡയോഡ് ബ്രേക്ക് ഡൗൺ ആണോ, മേക്സ് ദ സർക്യൂട്ട് ഫാസ്റ്റർ ആണോ, കോമ്പൻസേറ്റ്സ് ഫോർ ഡയോഡ് ത്രെഷോൾഡ് ആണോ, ഇൻവേർട്സ് ദ സിഗ്നൽ ആണോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നോർമൽ ഡയോഡ് ആവുന്ന സമയത്ത് അവിടെ സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ടേജിന്റെ ഡ്രോപ്പ് ഉണ്ടാവും. അതല്ല നമ്മൾക്ക് മറ്റേ ജർമ്മനി ആണെന്നുണ്ടെങ്കിൽ ഒരു 0.3 വോൾട്ടേജിന് ഡ്രോപ്പ് ഉണ്ട്. ഈ ഡ്രോപ്പ് കൂടെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു വളരെ പ്രിസിഷൻ അക്യുറേറ്റ് ആയിട്ട് ഡ്രോപ്പ് ഇല്ലാണ്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിസിഷൻ റെക്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം അല്ലെ. അപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നത്? വിച്ച് കോമ്പൻസേറ്റ്സ് ഫോർ ഡയോഡ് ത്രെഷോൾഡിന്റെ അങ്ങനെയുള്ള വേരിയേഷൻസ് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ the op-amp allows accurate rectification of even small signals by overcoming the diodes forward mode. അപ്പോൾ op-amp എന്ത് ചെയ്യും? which allows accurate rectification of ചെറിയ സ്മോൾ സിഗ്നൽസ് ബൈ അപ്പൊ ഈ പറയുന്ന ഡയോഡിന്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓവർകം ചെയ്തിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? പ്രിസിഷൻ റെക്ടിഫയർ സഹായിക്കും. ഓക്കെ, സൂപ്പർ ഡയോഡ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്.